പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേൽ ഫലസ്തീൻ ആഭ്യന്തര യുദ്ധത്തിൻ്റെ സമയത്ത് ഇസ്രായേലിന് വേണ്ടി ഫലസ്തീനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ, അവർക്ക് വേണ്ടി വിടുപണി ചെയ്ത, അവർക്ക് വേണ്ടി ചാരപ്പണി ചെയ്ത ഫലസ്തീൻ പോപ്പുലർ ഫോഴ്സ് എന്ന് പറയുന്ന സംഘടനയുടെ നേതാവ് യാസർ അബു ഷബാബ് കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്തയാണ്. ഈ ചത്തത് ഭീമനാണെങ്കിൽ കൊന്നത് കീചകൻ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഇസ്രായേലിലെ പത്രങ്ങളൊക്കെ പറയുന്നത് ചത്തത് യാസർ അബു ഷബാബ് ആണെങ്കിൽ കൊല ചെയ്തത് ഹമാസ് ആണ് എന്ന രീതിയിലാണ്. എന്തായാലും യാസർ അബു ഷബാബ് എന്ന് പറയുന്ന ഇസ്രായേലി ചാരൻ, ഫലസ്തീനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആള് കൊല ചെയ്യപ്പെട്ടു എന്ന വലിയ വാർത്ത ഇസ്രായേലി ടൈംസ് പോലെയുള്ള ഇസ്രായേലി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇയാളുടെ ഒരു ഹോബി എന്ന് പറയുന്നത് ഈ ആഭ്യന്തര സംഘർഷത്തിൻ്റെ സമയത്ത് അന്താരാഷ്ട്ര ദുരിതാശ്വാസ സംഘടനകളുടെ ഒക്കെ വാഹനങ്ങളും ദുരിതാശ്വാസ സാമഗ്രികളും വസ്ത്രങ്ങളും ആഹാരവും ഒക്കെ വരുമ്പോൾ അത് തട്ടിയെടുത്ത് ബ്ലാക്ക് മാർക്കറ്റിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയായിരുന്നു. എന്നിട്ട് അത് ഹമാസ് ആണ് ചെയ്തത് എന്ന് പറയുകയായിരുന്നു. പിന്നീടാണ് മാധ്യമങ്ങളും അൽ ജസീറയുള്ള പോലെയുള്ള അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ഇതിനു പിന്നിൽ ഈ യാസർ അബു ഷബാബും അയാളുടെ ഈ പോപ്പുലർ ഫോഴ്സും ആണ് എന്ന് വ്യക്തമാക്കിയത്. പ്രത്യേകിച്ചും ഫലസ്തീൻ കടുത്ത ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയ അവസരത്തിലും ഈ സംഘടനയുടെ പ്രവർത്തകർക്കൊക്കെ വലിയ രീതിയിൽ സാമ്പത്തിക സഹായം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്നു. വലിയ ആഡംബര ഫ്ളാറ്റുകളിലാണ് അവർ കഴിഞ്ഞിരുന്നത് എന്ന വാർത്തകളൊക്കെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചതാണ്. മാത്രമല്ല, വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം അവർക്ക് ലഭിച്ചിരുന്നു. വലിയ രീതിയിലുള്ള ആയുധ ശേഖരവും തോക്കുകളും ഒക്കെ ഇസ്രായേൽ അവർക്ക് നൽകിയതായിട്ടുള്ള ചില വാർത്തകളുമൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും പോപ്പുലർ ഫോഴ്സിന്റെ നേതാവ് യാസർ അബു ഷബാബ് കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടെ കൂടി തന്നെ ഇസ്രായേലി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു വാർത്ത. മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇസ്രായേലിലെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് സ്പെഷ്യൽ അലർട്ട് നൽകിയിരിക്കുന്നു ഇസ്രായേൽ എന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം അടുത്ത ദിവസം ഡിസംബർ 6-ന് ഇറാൻ നാവികസേനയുടെ ഒരു അഭ്യാസ പ്രകടനം നടക്കുന്നുണ്ട്. പേർഷ്യൻ ഉൾക്കടൽ, ഹോർമൂസ്, അബു മൂസ, ഗ്രേറ്റർ തമ്പ് എന്നീ പ്രദേശങ്ങളിലാണ് നാവികസേനയുടെ ഒരു പ്രകടനം നടക്കുന്നത്. ഇറാൻ നാവികസേനയുടെ പ്രത്യേകിച്ചും അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ ഒരു യുദ്ധസന്നാഹം ഇറാൻ നടത്തുന്നതായുള്ള നിഗമനങ്ങളും പുറത്തു വരുന്നുണ്ട്. കാരണം ഈ 12 ദിവസം നീണ്ടുന്ന ഒരു യുദ്ധത്തിൽ ആദ്യം പ്രഹരിച്ചത് ഇസ്രായേൽ ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസങ്ങളിൽ ഇറാൻ ആ ഷോക്കിൽ നിന്ന് ഒന്ന് റിമൂവ് ചെയ്തു വരുവാൻ കുറച്ചധികം സമയമെടുത്തു. കാരണം ആദ്യ പ്രഹരം വളരെ കടുത്തതായിരുന്നു ഇസ്രായേലിൻ്റേത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു പ്രഹരം ആദ്യം ഏൽക്കരുത് എന്ന് ഇറാൻ തീരുമാനിക്കുന്നതായിട്ട് ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇസ്രായേലും അത് കരുതി തന്നെയാണ് ഇരിക്കുന്നത്. ആരാണ് ആദ്യം ആക്രമിക്കുന്നത് എന്ന ഒരു സംശയം മാത്രമേ ഉള്ളൂ എന്ന രീതിയിലാണ് ആ പ്രദേശത്തു നിന്നുള്ള വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ചില നിഗമനങ്ങളൊക്കെ വരുന്നത് ഈ 12 ദിവസത്തിലധികം ആ യുദ്ധം നീണ്ടുപോയിരുന്നുവെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് കുറച്ചുകൂടി പ്രശ്നങ്ങൾ രൂക്ഷമായേനെ എന്നാണ്. കാരണം ഇസ്രായേൽ സാങ്കേതികമായൊക്കെ മുന്നോക്കം നിൽക്കുന്ന രാജ്യമാണ്. അമേരിക്കയുമായിട്ടൊക്കെ വളരെ നല്ല സൗഹൃദമുള്ള, അമേരിക്ക പകർന്നു കൊടുക്കുന്ന സാങ്കേതിക തികവൊക്കെയുള്ള രാജ്യമാണ്. പക്ഷെ ചെറിയ രാജ്യമായതുകൊണ്ട് തന്നെ അധിക നാൾ ഇറാനുമായിട്ട് യുദ്ധത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല എന്ന ഒരു വിലയിരുത്തൽ ഇസ്രായേലിനെ സംബന്ധിച്ചുണ്ട്. അത് മുതലാക്കുവാൻ ഒരുപക്ഷെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ ഉണ്ടായേക്കാം എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ വരികയാണ്. എന്തായാലും ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് സ്പെഷ്യൽ അലർട്ട് നൽകിയിരിക്കുന്നു ഇറാന്റെ നാവിക സേന അഭ്യാസത്തെ തുടർന്ന് എന്ന വലിയ വാർത്ത ഈ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനമായ വാർത്ത. മറ്റൊരു വാർത്ത ഈ ലോക വാർത്തകളെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ അത് അല്പം തമാശ കലർന്നതാണ്. കാരണം റഷ്യൻ പ്രസിഡന്റ് ബോറിസ് യെൽട്സിൻ അദ്ദേഹം ഈ പോകുന്ന രാജ്യങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യാറില്ല എന്ന ഒരു വാർത്ത നേരത്തെയും അദ്ദേഹത്തിൻ്റെ ഈ അമേരിക്കൻ പര്യടന വേളകളിലൊക്കെ അത് ചർച്ചയായതാണ്. അദ്ദേഹത്തിൻ്റെ പിറകിൽ സ്യൂട്ട് കേസുമായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അനുചരൻ അത് ഈ ബോറിസ് യെൽട്സിൻ്റെ മലവും മൂത്രവും ശേഖരിച്ചു വെച്ചിരിക്കുന്നതാണ് എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നതാണ്. കാരണം ഈ പോകുന്ന രാജ്യങ്ങളിലൊക്കെ മലമൂത്ര വിസർജനം നടത്തിയാൽ അത് കളക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ശത്രു രാജ്യത്തെ ചാര ഏജൻസികളൊക്കെ അദ്ദേഹത്തിന് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കും എന്നും അത് വലിയ വാർത്തയാകുമെന്നും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവന് അപായപ്പെടുത്തിയേക്കാവുന്ന രീതിയിൽ അതിൽ പരീക്ഷണങ്ങളൊക്കെ നടത്തും എന്നൊക്കെയുള്ള ഒരു ഭയം വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ മലമൂത്ര വിസർജനം ബ്രീഫ് ശേഖരിച്ച് അത് തിരിച്ച് റഷ്യയിലെത്തിച്ച് അവിടെ കൊണ്ടുപോയി എവിടെയെങ്കിലും കളയുന്നത് എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ ഇന്ന് മാധ്യമങ്ങൾ വരുന്നുണ്ട്. വളരെ രസകരമായ ഒരു കാര്യമാണിത്. എന്തായാലും തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങണം. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.